അപ്പോൾ നിലവിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെക്കാൾ യോഗ്യരായിട്ടുള്ള പലരും സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെടാത്ത ആളുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി ഉണ്ടായേക്കാം. സാധാരണ നിലയിൽ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും അതുപോലെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളായിട്ട് സഖാക്കളെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സഖാക്കളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല നേതാക്കളുടെയും ഭാര്യമാരും ബന്ധുക്കളും സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് മാത്രം നിങ്ങൾ അടർത്തിയെടുക്കണ്ട. പക്ഷെ അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന ആരും അല്ലെങ്കിൽ ആരെയും അവരുടെ ബന്ധുത്വം പരിഗണിച്ചുകൊണ്ടല്ല സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവർ പലരും പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള ചുമതല നിർവഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ബന്ധുത്വമുണ്ടായാലും ഇല്ലെങ്കിലും ഓരോ വ്യക്തിയും അവർ പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പാർട്ടിയുടെ പ്രവർത്തനം, പാർട്ടി നൽകിയിട്ടുള്ള ചുമതലകൾ, ഇതെല്ലാം നിർവഹിക്കുന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശ്യാമൾ ടീച്ചറെയും പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. പി.കെ. ശ്യാമൾ ടീച്ചർ 40 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പൊതുജീവിതമുള്ള പാർട്ടി നേതാവാണ് ശ്യാമൾ ടീച്ചർ. ഹൈസ്കൂൾ പഠന കാലത്ത് തന്നെ SFIയുടെ പ്രവർത്തകയായിരുന്നു. മട്ടന്നൂർ PRNSS കോളേജിൽ SFIയുടെ നേതാവായിരുന്നു സഖാവ് പി.കെ. ശ്യാമൾ ടീച്ചർ. അവിടെ വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ SFIയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഘട്ടമുണ്ടായിരുന്നു. DYFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അവർ. മഹിളാ അസോസിയേഷൻ്റെ കീഴൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. മഹിളാ അസോസിയേഷൻ്റെ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അതിൻ്റെ സെക്രട്ടറിയായിട്ട് KK ശൈല ടീച്ചർ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ആ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ശ്യാമൾ ടീച്ചർ. അപ്പോൾ വ്യത്യസ്ത ചുമതല നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ശ്യാമൾ ടീച്ചർ, ആ ടീച്ചറെയാണ് പാർട്ടി നേതാവായിട്ടുള്ള, മഹിളാ അസോസിയേഷൻ ആയിട്ടുള്ള, DYFI നേതാവായിരുന്ന, SFI നേതാവായിരുന്ന ഒരു സജീവ പാർട്ടി പ്രവർത്തകയും നേതാവായിട്ടുള്ള ഒരാളെയാണ് ഗോവിന്ദമാഷ് കല്യാണം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷം വീട്ടിൽ ഒതുങ്ങി അല്ലെങ്കിൽ അധ്യാപന ജീവിതവുമായി അതിൽ ഒതുങ്ങി ജീവിക്കുക എന്നുള്ള നിലപാടല്ല ടീച്ചർ സ്വീകരിച്ചത്. മൊറാഴയിലും മഹിളാ അസോസിയേഷൻ്റെ സജീവ പ്രവർത്തകയായി, അവിടെ വില്ലേജ് സെക്രട്ടറിയായി, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട്, പിന്നീട് മഹിളാ അസോസിയേഷൻ്റെ ഏരിയ കമ്മിറ്റി അംഗമായി, ഏരിയ ഭാരവാഹിയായി, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി, ഇങ്ങനെ വ്യത്യസ്ത ചുമതലകൾ നിർവഹിച്ചു. അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി, മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി. ശ്യാമൾ ടീച്ചർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു നേതാവാണ്. ആ പാർട്ടി നേതാവിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.